നമസ്കാരം. പരിഹാസമായെങ്കിലും പണ്ടുള്ള ആളുകൾ പറയാറുണ്ട്, ഞാൻ മോഷ്ടിച്ചു, എന്റെ തെറ്റല്ല. പക്ഷേ കണ്ടവന്റെ കണ്ണുപൊട്ടിപ്പോട്ടെ, ഈ മോഷണം കാണുന്നവൻ അനുഭവിക്കട്ടെ എന്നർത്ഥം. അത് തന്നെയാണ് ഇപ്പോൾ CPM-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM, കേരളപ്പിറവി മുതൽ. എന്നാൽ ഇപ്പോൾ CPM അധോഗതിയിലേക്കാണ്. കുളിപ്പിച്ച് പിള്ളയില്ലാതാക്കി എന്നൊരവസ്ഥയിലാണ് CPM-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അബദ്ധം പറ്റിയത് ഗോവിന്ദനും. പാർട്ടിയുടെ തോൽവിയെക്കുറിച്ച് നിർഭയമായി താഴെത്തട്ട് മുതൽ ചർച്ച ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഗോവിന്ദനും പിണറായിയും. പറ്റിയത് പരിഹാസങ്ങളാണ്, പറ്റിയത് ഇറങ്ങിപ്പോകൂ എന്ന് മര്യാദയ്ക്ക് മുഖത്ത് നോക്കി പറഞ്ഞിട്ടും മനസ്സിലാകാതെ നേതാക്കന്മാർ നിൽക്കുകയാണ്. തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല, പാർട്ടിക്കാണ് തെറ്റുപറ്റിയത് എന്നുള്ളതാണ് ഇപ്പോൾ നേതാക്കന്മാരുടെ കണ്ടെത്തൽ. ഇത് പാർട്ടിയെ നാശത്തിലേക്ക് മാത്രമേ നയിക്കൂ. രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും അതുപോലെ തന്നെ ഉന്നത നേതാക്കന്മാർക്കും സാമാന്യ ജനങ്ങളോട് ഇടപെടുന്നതിൽ വീഴ്ച പറ്റി. ധാർഷ്ട്യവും അഹങ്കാരവും അവരുടെ മുഖമുദ്രയായിരുന്നു. സാധാരണക്കാരോട് അവജ്ഞയായിരുന്നു, വെറുപ്പായിരുന്നു എന്നൊക്കെയുള്ള താഴെത്തട്ട് മുതലുള്ള അവലോകനങ്ങൾ മുകൾ തട്ടിലേക്ക് എത്തിയപ്പോൾ വെട്ടിമാറ്റപ്പെട്ടു. ഈ അവലോകനങ്ങളോട് അല്ലെങ്കിൽ ഏറ്റുപറച്ചിലുകളോട് ധാർഷ്ട്യത്തോടെ തന്നെയാണ് നേതൃത്വത്തിന്റെ ഇടപെടലും. അങ്ങനെയല്ല, പറ്റിയത് അണികൾക്കാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല, വേണമെങ്കിൽ അണികൾ തിരുത്തട്ടെ എന്ന രീതി. ബ്രാഞ്ച് തലം മുതൽ ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി തുടങ്ങിയ എല്ലായിടത്തും പിണറായിക്കും ഗോവിന്ദനും വിമർശനങ്ങളുടെ കൂരമ്പുകളായിരുന്നു, പെരുമഴയായിരുന്നു. എന്നാൽ പാർട്ടിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ട വിഭാഗീയതയാണ് അതിന് കാരണം എന്നിപ്പോൾ നേതാക്കന്മാർ ആണയിടുന്നു. നേരത്തെ പറഞ്ഞതാണ് പാർട്ടിയിൽ നിന്ന് എല്ലാ വിഭാഗീയതയും തുടച്ചു മാറ്റിയെന്ന്. വിഭാഗീയത എന്ന വാക്ക് ഉണ്ടായത് തന്നെ അച്യുതാനന്ദനെതിരെയായിരുന്നു. ഇപ്പോൾ പറയുന്നു പാർട്ടിയിൽ വീണ്ടും വിഭാഗീയതയുണ്ട്, ആ വിഭാഗീയതയാണ് പിണറായിയെ കളിയാക്കാൻ അല്ലെങ്കിൽ പിണറായിയെ മോശമാക്കുന്നതിന് പാർട്ടി അംഗങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന രീതിയിൽ. അപ്പോൾ പിണറായിയെ പരിഹസിച്ചിരുന്നു എന്ന് സംസ്ഥാന കമ്മിറ്റി തന്നെ ഏറ്റുപറയുന്നു. എന്നാൽ താഴെത്തട്ട് മുതൽ ദേശീയ തലം വരെ പിണറായിയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം, അത് യുവതലമുറയെ ഏൽപ്പിക്കണം എന്നുള്ള വാദത്തെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചില്ല. പിണറായി തന്നെ പ്രതിപക്ഷ നേതാവായി. അത് പാർട്ടിക്ക് ദോഷമാകും എന്ന് തന്നെയാണ് പാർട്ടി ഘടകങ്ങൾ ഉറക്കെ പറയുന്നത്. പക്ഷേ അത് നേതൃത്വം കേട്ടില്ല എന്ന് നടിക്കുന്നു. അതുപോലെ തന്നെ താഴെത്തട്ടിൽ നിന്ന് തുടങ്ങി മുകളറ്റം വരെയുള്ള വിമർശനങ്ങളിൽ തങ്ങൾക്ക് എതിരല്ലാത്ത കാര്യങ്ങൾ മാത്രം എടുത്ത് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു എന്നുള്ള വിമർശനവും അംഗങ്ങൾക്കുണ്ട്. ഇത് പാർട്ടിയിലെ നാശത്തിലേക്കാണ് പോക്ക് എന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വം ഇതൊന്നും കണ്ടതായി നടിക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ സർക്കാരിലെ മന്ത്രിമാർ മുതൽ മുഖ്യമന്ത്രി വരെയും പാർട്ടി സെക്രട്ടറിയെയും ഉൾപ്പെടെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന നേതൃത്വത്തിന് ഇപ്പോഴും. തിരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തി CPM ഉണ്ടാക്കിയ സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടുകളിൽ അതൃപ്തിയുള്ള നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരുടെ അതൃപ്തി താഴെത്തട്ടിലേക്ക് പടരുകയാണ്. അത് പാർട്ടിയുടെ നാശത്തിലേക്ക് എത്തും. അഹങ്കാരവും താൻപോരിമയും കൈക്കൂലിയും അതുപോലെ തന്നെ അവഗണനയും ഒക്കെ കൊണ്ട് പൊറുതിമുട്ടിയ പാർട്ടി അംഗങ്ങൾ കണ്ടെത്തിയ പിഴവുകൾ സംഘടനയുടെ തലയിൽ വെച്ച് കെട്ടി അതിന് കാരണക്കാരായവരെ സംരക്ഷിക്കുന്ന നിലപാട് പറ്റില്ല എന്ന് തന്നെയാണ് താഴെത്തട്ട് മുതലുള്ള പ്രവർത്തകരുടെ അഭിപ്രായം. അതിന് കാരണക്കാരായവരെ, ഒരു തുടർ ഭരണം ഇല്ലാതാക്കിയവരെ, ഇത്രയും ദയനീയമായ പരാജയത്തിലേക്ക് പാർട്ടിയെ നയിച്ചവരെ പുറത്താക്കണം, അല്ലെങ്കിൽ നേതൃനിരയിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായം. ആഗസ്റ്റിൽ കൂടുന്ന വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ ഇതിനൊരു തീരുമാനമുണ്ടാകും എന്ന് തന്നെ അണികൾ വിശ്വസിക്കുന്നുണ്ട്. മുഖം മാറ്റമുണ്ടാകും, തലമാറ്റമുണ്ടാകും, നേതൃത്വങ്ങൾ വച്ചൊഴിയേണ്ടി വരും എന്ന രീതിയിൽ അണികളുടെ ഇടയിൽ വാർത്തകളുണ്ട്. ആ സംസ്ഥാന കമ്മിറ്റിയിൽ സംഘടനാ തിരുത്തലിന് വിധേയമാകുമെന്നും നേതൃത്വ മാറ്റമുണ്ടാകുമെന്നും കുറേയധികം പേർ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ പാർട്ടി നിലനിന്ന് കാണണമെന്ന ആഗ്രഹമുള്ളവർ അത് ആഗ്രഹിക്കുന്നു. തുറന്ന ചർച്ചകൾ
പിണറായിക്കും എം വി ഗോവിന്ദനും എതിരെയുള്ള ആരോപണങ്ങളായി മാറിയപ്പോൾ എക്സാലോജിക് പോലുള്ള പ്രശ്നങ്ങൾ പാർട്ടിയുടെ അടിവേര് മാന്തിയപ്പോൾ നേതൃത്വം വെച്ചൊഴിയേണ്ടത് ആവശ്യം തന്നെയാണ് എന്ന് അണികൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം, ആലപ്പുഴയിലും പയ്യന്നൂരും കണ്ണൂരും ഉൾപ്പെടെയുണ്ടായ പൊട്ടിത്തെറികൾ, ഇതൊക്കെ പാർട്ടിയെ ഇനി ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്ത വിധം പുറകിലോട്ട് വലിക്കുമെന്ന് ആത്മാർത്ഥതയുള്ള അണികൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു നേതൃത്വമാറ്റം അവർ ആഗ്രഹിക്കുന്നു. വരുന്ന ആഗസ്റ്റിൽ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ പിണറായിക്കും ഗോവിന്ദനും മാറ്റമുണ്ടാകുമെന്നും പുതിയ നേതൃത്വം, യുവ നേതൃത്വം പാർട്ടിയിലേക്ക് ഉയർന്നു വരും എന്നും പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്, പാർട്ടി അംഗങ്ങളുണ്ട്. ആ രീതിയിലുള്ള പ്രചരണം പാർട്ടി അണികളുടെ ഇടയിൽ ശക്തമായി വ്യാപിക്കുന്നുമുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് പാർട്ടി അംഗങ്ങൾ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഒരിടത്തും ഭരണമില്ലാത്ത അവസ്ഥ CPM-നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് കുറച്ചൊന്നുമല്ല. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ അടിസ്ഥാന വേരുകൾ അറ്റുകഴിഞ്ഞു. കേരളത്തിലും അതിന്റെ നാശത്തിന്റെ വക്കിലാണ്. അതിൽ നിന്നൊരു തിരിച്ചുവരവ് ഉണ്ടാവണമെങ്കിൽ ശരിയായ നേതൃത്വം ഉണ്ടാകണം, ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കണം. ഒരു തുടർഭരണം പാർട്ടിയെ എത്രത്തോളം നശിപ്പിക്കും എന്നുള്ളതിന്റെ, എത്രത്തോളം അഹങ്കാരത്തിലേക്ക് എത്തിക്കും എന്നുള്ളതിന്റെ അടയാളമാണ് രണ്ടാം പിണറായി സർക്കാർ. ഒരു പാർട്ടി തുടർഭരണത്തിൽ ജനത്തിന് എത്രത്തോളം വെറുപ്പുണ്ടാക്കും എന്നുള്ളതിന്റെ അടയാളമാണ് രണ്ടാം പിണറായി സർക്കാർ. ഇപ്പോൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണർവിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ വാട്സാപ്പായി ലഭിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. 10,000-കണക്കിന് നിർദ്ദേശങ്ങളാണ് പാർട്ടി അംഗങ്ങൾ നേതൃത്വത്തോട് വാട്സാപ്പിലൂടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിലേതൊക്കെ ഫലവത്താകും, ഇതിലേതൊക്കെ നടപ്പിലാക്കും, ഇത് ജനത്തിനെ കൂടെ നിർത്താൻ എത്രത്തോളം ഉപകരിക്കും എന്നുള്ളതൊക്കെ കാലം കാത്തുവച്ചിരിക്കുന്ന മറുപടിയാണ്. അതിനുവേണ്ടി കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.